ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാഷണൽ അപ്പോസ്തോലിക് മീഡിയയുടെ വചനധ്യാനത്തിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി എടുത്തിരിക്കുന്നത് 33-ാം സങ്കീർത്തനമാണ്. അതിന് 22 വാക്യങ്ങളുണ്ട്. എല്ലാ വാക്യങ്ങളും നമുക്ക് പറയാനായിട്ട് സമയമില്ല. എങ്കിൽ തന്നെയും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇതിനകത്തു നിന്നും നാം മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പിൻ. അപ്പോൾ നമ്മൾ 32-ാം സങ്കീർത്തനത്തിൽ ആരാണ് നീതിമാൻ എന്നുള്ള കാര്യം നമ്മൾ അവിടെ കണ്ടു. എന്താണ് അവിടെ നമ്മൾ യഹോവയിൽ സന്തോഷിച്ചാനന്ദിപ്പീൻ. എങ്ങനെയുള്ളവരാ? ലംഘനം ക്ഷമിച്ച് കിട്ടിയവരെ, പാപം മറച്ച് കിട്ടിയവരെ, യഹോവ അകൃത്യം കണക്കിടാതെയുള്ള വ്യക്തികൾ, ഇവരാണ് വാസ്തവത്തിൽ നീതിമാന്മാരെന്ന് പറയുന്നത്. അപ്പോൾ ആ നീതിമാന്മാർക്ക് ദൈവസന്നിധിയിൽ സന്തോഷിപ്പാനുള്ള അർഹതയുണ്ട്. കാരണം അവൻ്റെ ഹൃദയത്തിൽ വഞ്ചനയില്ല, പാപമില്ല. കാരണം പാപം ക്ഷമിച്ച് കിട്ടി. അതിനുവേണ്ടി ദൈവത്തെ സ്തുതിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങൾ ഇങ്ങനെ ദൈവത്തെ സ്തുതിക്കാനുള്ള കാരണമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. പിന്നീട് ഇവിടെ പ്രത്യേകമായിട്ടൊന്ന് നാം ശ്രദ്ധിക്കാനുള്ളത്, യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു, മനുഷ്യപുത്രന്മാരെയൊക്കെയും അവൻ കാണുന്നു. അപ്പോൾ ഇത്ര വലിയ ദൈവമാണ്, ഇത്ര വലിയ ലോകവുമാണ്. എന്നാൽ ഈ ഓരോ വ്യക്തിയെയും ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ എത്ര മഹിമയുള്ളതാണ് ഈ ദൈവം. ദൈവം എത്ര വലിയവനാണ് എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം. അവൻ ഓരോരുത്തരെയും നോക്കുകയാണ്, മനുഷ്യപുത്രന്മാരെ ഒക്കെയും കാണുകയാണ്. പിന്നീട് എന്താണ്? അവൻ അവരുടെ ഹൃദയങ്ങളെ ഒരുപോലെ മെനഞ്ഞിരിക്കുന്നു. അപ്പോൾ അവരുടെ ഹൃദയം ഒരുപോലെ തന്നെയാണ്. ഇനി ആ ഹൃദയത്തിൽ എന്താണ് ഉള്ളതെന്നാണ് കർത്താവ് നോക്കുന്നത്. ഇനി അവരുടെ ഹൃദയത്തിലെ വിചാരങ്ങളെ അവൻ അറിയുന്നു. ഈ മനുഷ്യരുടെ കൈകളുടെ പ്രവർത്തികളെയൊക്കെയും ദൈവം മനസ്സിലാക്കുന്നു. അപ്പോൾ പിന്നീട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പലതരത്തിലുള്ള വറീസ് ഉണ്ട് ഈ ഓരോരുത്തരുടെയും മനസ്സിൽ. കാരണം പല വിധത്തിലുള്ള സാഹചര്യങ്ങളിലായിരിക്കുന്നവരാണ് അവർ പല വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. ഇപ്പം പ്രത്യേകിച്ച് ഇവിടെ ഒരു രാജാവിൻ്റെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ, ആ രാജാവ് ഇനി അടുത്ത ശത്രു എപ്പോഴാണ് ആക്രമിക്കുന്നത്, ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത്, ഞാൻ എൻ്റെ പടയാളികളുടെ എണ്ണം കൂട്ടണമല്ലോ, എനിക്ക് നല്ല കുതിരകൾ വേണമല്ലോ, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് വറി ചെയ്യുന്ന രാജാക്കന്മാരെ കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ എന്താണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്? സൈന്യബഹുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല. അവന് ജയം വേണമെങ്കിൽ എവിടെ പോകണം? കർത്തൃസന്നിധിയിലേക്ക് ചെല്ലണം. ബലാധിക്യം കൊണ്ട് ഒരു വീരനും രക്ഷപ്പെടുന്നതുമില്ല. അത് കൈകളുടെ ബലം ഉള്ളത് കൊണ്ട് അവൻ രക്ഷപ്പെടണമെന്നില്ല. കർത്താവ് വിചാരിച്ചാൽ മാത്രമേ അവൻ രക്ഷപ്പെടുകയുള്ളൂ. അതുപോലെ തന്നെ ജയത്തിന് കുതിര വ്യർത്ഥമാണ്. തൻ്റെ ബലാധിക്യം കൊണ്ട് ആരും വിടുവിക്കപ്പെടുന്നതുമില്ല. പിന്നെ എന്താണ്? യഹോവയുടെ ദൃഷ്ടി ആരുടെ മേലുണ്ടോ, അവൻ്റെ കരുണാകടാക്ഷം ആരുടെ മേലുണ്ടോ, അവരാണ് ജയം പ്രാപിക്കുന്നത് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേൽ യഹോവയുടെ കരുണ, അവൻ്റെ കരുതൽ, അവൻ്റെ ബലം എല്ലാം ധാരാളമായിട്ട് ദൈവം കൊടുക്കുകയാണ്. ഇനി എന്തിനാണ്? അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു, അതായത് ജീവനോടെ കാക്കുന്നു. ക്ഷാമത്തിൽ അവർക്ക് ജീവനോടെ രക്ഷ കിട്ടുന്നു. അതായത് ക്ഷാമം വന്നാലും ശത്രു വന്നാലും, അത് സാമ്പത്തികമായ തകർച്ചയാണെങ്കിലും എന്താണെങ്കിലും ദൈവത്തിലേക്ക് കണ്ണുയർത്തുകയാണെങ്കിൽ അവൻ സ്വർഗത്തിൽ നിന്ന് തൻ്റെ ദാസന്മാർക്ക് സഹായം അയച്ചു തരും എന്നുള്ളതിൻ്റെ ഒരു ഗ്യാരൻ്റി ആയിട്ടുള്ള ഒരു സങ്കീർത്തനമാണ് ഈ 33-ാം സങ്കീർത്തനം എന്ന് പറയുന്നത്. അവൻ നമ്മുടെ സഹായവും പരിചയമാകുന്നു. ആരാണ്? കർത്താവാണ് നമ്മുടെ സഹായവും പരിചയം. അവൻ്റെ വിശുദ്ധ നാമത്തിൽ ആശ്രയിക്കിയാൽ നമ്മുടെ ഹൃദയം അവനിൽ സന്തോഷിക്കും. അതായത് നമുക്ക് സന്തോഷം വേണമെങ്കിൽ ഈ സന്തോഷം നമുക്ക്
ഭൂമിയിലുള്ള വസ്തുക്കളിൽ നിന്നോ പണത്തിൽ നിന്നോ നമ്മുടെ ബുദ്ധിയിൽ നിന്നോ സൗന്ദര്യത്തിൽ നിന്നോ ഒന്നുമല്ല ലഭിക്കുന്നത്. പിന്നെ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ദൈവം നമ്മിൽ പ്രസാദിക്കുന്നു എങ്കിൽ നാം സന്തോഷിക്കും. ദൈവത്തിലുള്ള ആശ്രയമാണ് നമുക്ക് സന്തോഷമായിട്ടിരിക്കുന്നത്. ഈ സങ്കീർത്തനം വായിച്ച് നന്നായിട്ട് അത് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാനായിട്ട് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നമുക്ക് ആവശ്യത്തിലിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഉയരത്തിൽ നിന്ന് ദൈവമേ അവർക്ക് ആവശ്യമായ സമ്പത്തുകളെ നൽകണമേ കർത്താവേ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിൻ്റെ ദൃഷ്ടി അവരുടെ മേലുണ്ടായി കർത്താവേ, നിൻ്റെ കരുണ അവരുടെ മേൽ ചൊരിയണമേ കർത്താവേ. രോഗത്തിലിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. സൗഖ്യം നിങ്കൽ നിന്ന് വരുന്നു. മരുന്നോ ഡോക്ടറോ ഒന്നുമല്ല സൗഖ്യം നൽകുന്നത്. നിൻ്റെ സൗഖ്യമാക്കുന്ന കരങ്ങളാണ് ഞങ്ങൾക്ക് സൗഖ്യം നൽകുന്നത്. നിൻ്റെ അടിപ്പിണരുകളാലാണ് ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള കർത്താവിനെ നമുക്ക് ധാരാളമായി സ്തുതിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.